അല്ല, ചൂട് സമയത്ത് ഇതേപോലെ തണുത്ത ഒരു ബിയർ കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പൊ ബിയറൊക്കെ നമ്മൾ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ഇതിന്റെ അടപ്പ് പൊട്ടിച്ച് നമ്മൾ കഴിക്കും. അപ്പൊ ഈ അടപ്പിൽ കണ്ടോ, ഇതേപോലെ ഒരു മാർക്കിംഗ് ഉണ്ടാവും. ഒരു മാർക്കിംഗ് അല്ല, 21 മാർക്കിംഗ് ഉണ്ടാവും. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ. അതായത് 1892 വില്യം പെയിന്റർ എന്നൊരു അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്താട്ടോ അത്. അയാൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ഈ റിജസ് ഏത് ബ്രാൻഡിന്റെ എടുത്ത് നോക്കിയാലും 21 തന്നെ ആയിരിക്കും. എണ്ണി നോക്കാം നമുക്കിങ്ങനെ. എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 21 ഏത് ബ്രാൻഡിൽ ഇന്ന് വരെ ഇറങ്ങിയ എല്ലാ ബിയർ കുപ്പിന്റെ അടപ്പിൽ 21 റിജസ് ഉണ്ടാവും. അയാൾ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു. 21 എന്നുള്ളത് 22 ആക്കി നോക്കി, 19 ആക്കി നോക്കി. എല്ലാത്തിനും നോക്കുമ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ. പക്ഷെ 21 റിജസ് ഉണ്ടാക്കി അടപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ല, പ്രഷറിനും ഒരു കുഴപ്പമില്ല, ബോട്ടിൽ ക്രാക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് എല്ലാ ബോട്ടിലും, ബിയറിന്റെ എല്ലാ ബോട്ടിലും 21 റിജസ് ഉള്ളത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലും, നമ്മൾ നിസ്സാരമായി എന്ന് കരുതുന്ന പല കാര്യങ്ങളിലും ഇതേപോലെ പലരുടെയും കണ്ടുപിടുത്തത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ അടുത്ത പ്രാവശ്യം ബിയർ മേടിച്ച് പൊട്ടിക്കുമ്പോൾ അതിന്റെ അടപ്പൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഒരറിവും ചെറുതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്. നമുക്കിത് പൊട്ടിച്ച് കഴിക്കാം. ചിയേഴ്സ്.